ഗുഡ് മോർണിംഗ്. നമ്മൾ മുടിനായപ്പത്തിൻ്റെ ഭാഗം വായിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 15 അതിൻ്റെ 20 വായിച്ചത്. പിതാവ് ഒരു കണ്ടീഷൻ കൂടാതെ ഓടിച്ചെന്ന് ഇവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇവൻ മടങ്ങി വരിക. അപ്പോൾ പിതാവിന് മനസ്സിലായി ഇവൻ മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ ഇവന് ആ തെറ്റ് പറ്റിയെന്ന് ബോധ്യമായി. പിതാവിന് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഇവന് പിടികിട്ടി. അതുകൊണ്ടാണ് പിതാവ് ഒരു കണ്ടീഷൻ വെക്കാതെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അവൻ കൺഫസ് ചെയ്യുക. അവർ മനസ്സിലായി, തെറ്റിപ്പോയി. ഇത്രയും സ്നേഹമുള്ള പിതാവിനെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്, ഈ പിതാവിൽ നിന്നോ ഞാൻ അകന്നു പോയത്. ഞാൻ ഓർത്തത് പിതാവിൻ്റെ അടുത്ത് സ്വാതന്ത്ര്യമില്ല, അല്ലെ പിതാവിൻ്റെ അടുത്ത് എനിക്കെപ്പോഴും ഒരു നിയന്ത്രണമാണ്, അല്ല എനിക്കൊന്നിനും അനുവാദമില്ല, അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല, പാട്ട് വെക്കാൻ പറ്റത്തില്ല, ഉറക്കം വെക്കാൻ പറ്റത്തില്ല, ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഫ്രണ്ട്സിനെ വിളിച്ച് കള്ളുകുടിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിതാവിൽ നിന്നും എൻ്റെ സ്വത്ത്, പിതാവിൻ്റെ സ്വത്തിൻ്റെ 50% മേടിച്ചുകൊണ്ട് ഞാൻ പോയി. ഞാൻ അത് മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർത്തു. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, ഇതല്ലായിരുന്നു സ്വാതന്ത്ര്യം. വാസ്തവത്തിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതായിരുന്നു സ്വാതന്ത്ര്യം. ഇന്നും പലർക്കും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമൊക്കെ വിശ്വാസി വന്നപ്പം ഞാൻ ഓർത്തിരുന്നത് എൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ പോയി. എന്തിൻ്റെ സ്വാതന്ത്ര്യം? കള്ളുകുടിക്കാനുള്ള, സിഗരറ്റ് വലിക്കാനുള്ള, തോന്നിയ ദിവസം നടക്കാനുള്ള, ഈ ദുർഭാഷണം പറയാനുള്ള, അല്ലെങ്കിൽ കണ്ണുകളെ നിയന്ത്രിക്കാതിരിക്കാനുള്ള എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും ഇപ്പോൾ ഒരുപാട് കൂട്ടിലിട്ട് ചങ്ങലക്കിട്ട പോലെ. എന്നാൽ പിന്നീടാണ്, കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത്, വാസ്തവത്തിൽ ഇപ്പോഴാണ് ഞാൻ സ്വതന്ത്രനായത്. ഞാൻ അതിൻ്റെ മുഴുവൻ അടിമയായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളുടെയും, അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളുടെ, സംസാരത്തിൻ്റെ, പ്രവൃത്തിയുടെ, തോന്നിവാസം നടക്കുക, ഇതൊക്കെ പറയുന്നത് മുഴുവൻ പാപത്തിൻ്റെ ആ പ്രവൃത്തികളുടെ അടിമയായിരുന്നു. അതിലെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാ. ഏതിൽ നിന്നാണ്? പാപത്തിൻ്റെ അടിമത്തത്തിൽ. അപ്പം ഇവൻ്റെ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സുബോധം വന്നപ്പോൾ പിടികിട്ടി വാസ്തവത്തിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതാണ് സ്വാതന്ത്ര്യം, പ്രൊട്ടക്ഷൻ, ആ സെക്യൂരിറ്റി. അവിടെ ഒന്നിനും കുറവില്ല. കാര്യം ശരിയാണ്, ഇവൻ ഉദ്ദേശിക്കുന്ന പോലെ അടിച്ചു പൊളിച്ച് ലോകത്തിന് വഴി ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ പിതാവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാം. ഇതിലേതാ വേണ്ടത്? അപ്പോൾ അവൻ പറയുകയാണ്, പിതാവേ, സ്വർഗത്തിനെതിരെ നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അപ്പോൾ പിതാവിൻ്റെ മറുപടി എന്താ? ഓക്കെ, നീ എന്നാൽ എൻ്റെ പശുവിനെ മേയിച്ചതാണ്, അല്ലെങ്കിൽ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാനുള്ള ആ ജോലിയിലോട്ട് നിന്നെ കയറ്റാം. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് പ്രൊമോഷൻ തരാം. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം, നിന്നെ മോനാക്കാം. അങ്ങനെ വല്ലതും പറഞ്ഞു. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവനീ പറഞ്ഞതിൻ്റെ ഒരു മറുപടി പോലും പിതാവ് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തെന്നോ. അപ്പോൾ എന്താ സംഭവിച്ചത്? പുത്രന് പിടികിട്ടി ഞാൻ തെറ്റിപ്പോയിരുന്നു, അവൻ മാനസാന്തരപ്പെട്ടു. ഒരു ചോദ്യവും പറഞ്ഞില്ല. നമ്മൾ ഇതുപോലെ സംഭവം വേറെടുത്തുണ്ട് കേട്ടോ. കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനെക്കുറിച്ച് വായിക്കണം. കള്ളനല്ല, വെറും ഈ പെറ്റി കേസ് പിടിച്ച ആളല്ല, ഈ വാസ് എ ക്രിമിനൽ. കൊലപാതകം ഉൾപ്പെടെ ചെയ്ത ഒരു കുറ്റവാളിയായിരുന്നു. അതുകൊണ്ടാണ് അവനെ ക്രൂശ് മരണം വിധിച്ചത്. അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അവൻ ചെയ്തേക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? യേശുക്രിസ്തുവിനോട് അവൻ ആദ്യമേ അവൻ്റെ മാനസാന്തരം നമ്മൾ കേട്ടു. കൂടെയുള്ള കള്ളനോട് പറയുക. കൂടെയുള്ള കള്ളൻ കിടന്ന് നമ്പർ അടിച്ചപ്പോൾ ഇവൻ പറയാണ്, നമ്മൾ അർഹിക്കുന്ന തെറ്റാ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് അർഹിക്കുന്ന ശിക്ഷയാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരാണ്. അതായിരുന്നു അവൻ്റെ മാനസാന്തരം. എന്നിട്ട് തിരിഞ്ഞ് കർത്താവ് വിശ്വസിക്കുക, നീ രാജ്യത്വം പ്രാപിച്ചിരുമ്പോൾ എന്നെ ഓർക്കണമേ. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇല്ലേ? ഈ മകൻ മാനസാന്തരപ്പെട്ടു. പിതാവ് ഒരക്ഷരം പറഞ്ഞു. ഈ കള്ളൻ മാനസാന്തരപ്പെട്ടു. യേശുക്രിസ്തു എന്തെങ്കിലും ഒരു കണക്ക് പറഞ്ഞു, അതോ ബുക്ക് നോക്കിയോ, എന്തിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞോ, ന്യായപ്രമാണം മുഴുവൻ എടുത്ത് വെച്ചിട്ട് ചെക്ക് ലിസ്റ്റ് എടുത്തോ? അതാ രക്ഷ, സൗജന്യ രക്ഷ എന്ന് പറയുന്നത്, അക്സെപ്റ്റൻസ്. പിതാവാകട്ടെ എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ പേടിച്ചിരിക്കുക.
എന്നെ ദാസനായിട്ടെങ്കിലും സ്വീകരിക്കുമെന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂഷൻ നിൽക്കുക. അവൻ മാനസാന്തരപ്പെട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. പിതാവാകട്ടെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇവൻ മാനസാന്തരപ്പെട്ടില്ല, മടങ്ങി വന്നല്ല. പിതാവ് നോക്കുന്ന അതാ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കുറ്റബോധം കൊണ്ട് ഇന്ന് നിൽപ്പുണ്ടെങ്കിൽ, അല്ല ഒത്തിരി കർത്താവിൽ ഞാൻ അകന്നു പോയി, ഒരു സമയത്ത് ഞാൻ കർത്താവിനോട് അടുത്തായിരുന്നു, ഇന്ന് ഞാൻ ഒത്തിരി ദൂരെ പോയി, ഒത്തിരി പാപം ചെയ്തു, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു, എനിക്കിനി രക്ഷയില്ല എന്നുള്ള കുറ്റബോധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സദ്വർത്തമാനം പറയാം. ഈ പറയുന്ന ഈ വായിക്കുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എന്തു ചെയ്തു അല്ല ഇന്നലത്തെ ഒന്നും കർത്താവിന് വിഷയമല്ല. ഒറ്റ കാര്യം, റിപ്പന്റ് ആൻഡ് ടേൺ. പിതാവേ, ഞാൻ അങ്ങേക്കും സ്വർഗത്തിനെതിരെ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പിതാവ് തൻ്റെ ദൂതന്മാരോട് യേശുവിനോട് പറയുന്നൊരു വാക്കാണ് താഴോട്ട് വായിക്കുന്നത്. പിതാവാകട്ടെ തൻ്റെ ദാസനോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇന്നിപ്പോൾ നമുക്ക് ഏതാ കിട്ടുന്നറിയാം? ഒരു പാവി മാനസാന്തരപ്പെടെ കിട്ടുന്ന ഏതാണെന്നറിയാം? നീതിയുടെ വസ്ത്രം. ആ വെള്ള വസ്ത്രം പിതാവ് നമ്മളെ ധരിപ്പിക്കുക. അന്ന് അതൊരു എക്സ്റ്റേണൽ ഡ്രസ്സാണ്, ഇന്നതല്ല, നീതിയുടെ വസ്ത്രം. അപ്പം ഏത് കൊടുംപാപത്തിലോട്ട് പോയെന്ന് പറഞ്ഞാലും ശരി, ഇനിയും മാനസാന്തരപ്പെടാൻ സമയമുണ്ട്, മടങ്ങി വരാൻ പറ്റും. മേൽത്തരം വസ്ത്രം കൊണ്ട് ഇവനെ ധരിപ്പിക്കും, ഇവൻ്റെ കയ്യിൽ മോതിരവും. എന്താ മുദ്രമോതിര? അല്ലെങ്കിൽ ആ മകനെന്നുള്ള അടയാളമാണ്. കാലിൽ ചെരുപ്പ് മണിയിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇവനെ ഞാൻ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്തു, ഇനി നിങ്ങളും അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തു. അതാ വചനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ദൈവം നീതീകരിക്കുന്നതിന് ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം എന്ന് പറഞ്ഞാൽ ആ ദാസന്മാർ മുഴുവൻ മണ്ടോട് ചെയ്യുക. പിതാവിൻ്റെ ഇവനോടുള്ള റിയാക്ഷൻ എന്തായിരിക്കും? ഇവനെ ഇപ്പോൾ പുറത്താക്കും, ഇവരെ അടിക്കും, ചീത്ത വിളിക്കും. പിതാവിനെ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഉത്തരവ് കൊടുക്കുക. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പം മടങ്ങിച്ചെല്ലുന്ന ഓരോ പാപിയായ മനുഷ്യനെക്കുറിച്ചും, അല്ലെ മാനസാന്തരപ്പെടുന്ന, ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞു, വീണ്ടും അകന്നുപോയി, കർത്താവിനെ അറിഞ്ഞിട്ടേ ഇല്ല, ആര് മാനസാന്തരപ്പെട്ടാലും പിതാവിൻ്റെ പിന്നെ ഒന്നും കണക്കുമില്ല. അതുകൊണ്ട് എബ്രായത്തിൽ പറഞ്ഞത്, ഞാൻ ഇനി അവരുടെ അകൃത്യങ്ങൾ ഓർക്കത്തില്ല. ഓർക്കാൻ എനിക്കിഷ്ടമില്ല. ഓർക്കലെന്നല്ല, ഓർക്കാനോ കണക്ക് പറയാനോ എനിക്കിഷ്ടമില്ല. ഞാൻ അവരെ അങ്ങ് നീതീകരിച്ചു, വെള്ളവസ്ത്രം ധരിപ്പിച്ചു. ഇതാ പിതാവിൻ്റെ നയിച്ചത്. കർത്താവിനെ